ഡിവോഷണൽ സോങ് റൗണ്ടിലെ സുന്ദരി കുട്ടിയായിട്ട് നമ്മുടെ ആൻസറ കുട്ടി എത്താണ്. സോ ലെറ്റ്സ് വെൽക്കം ആൻസറ ഓൺ സ്റ്റേജ്. സ്ലോ മോഷനിൽ വരൂട്ടോ. സ്ലോ മോഷൻ മാത്രമല്ല പാവക്കുട്ടിയെ പോലെ കീ കൊടുത്തു വിട്ടല്ലേ. അടിപൊളി. അല്ല, ഏത് പാട്ടാ പാടുന്നേ? കാലിത്തൊഴുത്തിൽ പിറന്നവനെ. സൂപ്പർ സൂപ്പർ വെരി ഗുഡ് സോങ്. അപ്പൊ ഡീറ്റെയിൽ പറയൂ. മ്യൂസിക് KJ ജോയ് സർ, ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ, യൂസഫ് അലി കേച്ചേരി സർ, ആൻഡ് സിംഗർ പി സുശീലാമ്മ. സുജാതാമ്മ പാടിയിട്ടുണ്ട്, അതാണ് ഞാൻ പഠിച്ചേക്കണേ. സിൽമയുടെ പേരെന്താണ്? അറിഞ്ഞൂടാ. സായുജ്യം. ഇയറും അറിഞ്ഞൂടാ. 1979. മതിയോ? ഓക്കെ. എന്തായാലും അടിപൊളി പാട്ടും അതിനേക്കാൾ ഗംഭീരമായ ഉടുപ്പും. അത് കലക്കി ഉടുപ്പ്. ഞെട്ടിത്തെരിപ്പിൽ നമ്മൾ ഇതായി പാട്ട് കേൾക്കുന്നു. അതെ, ആ ഉടുപ്പ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടല്ലോ. അതൊക്കെ അതിന്റെ സെറ്റപ്പാ. നമുക്ക് വഴിയെ കാണാം. അപ്പൊ തുടങ്ങാം നമുക്ക്. All the best. All the best. Thank you.
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. സൂപ്പർ. വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. സൂപ്പർ. ആൻസർ കുട്ടി, ആ പാട്ടിനെ കാട്ടി ഡ്രസ്സാണ് ഇങ്ങനെ തെളിഞ്ഞു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ ബ്യൂട്ടിഫുൾ ഡ്രസ്സിന്റെ അടിയിൽ ഇങ്ങനെ എന്താണ് ഇത് ഇപ്പോഴും ഉണ്ട് ലൈറ്റ് കത്തുന്നു. കത്തുക. നല്ല രസമുണ്ട് മോളെ. ഇപ്പൊ ഇതൊരു ട്രെൻഡായിട്ട് മാറട്ടെ. ഇനിയിപ്പം പല കല്യാണത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ കംപ്ലീറ്റ് ലൈറ്റ് ഷോക്ക് അടിക്കരുത്, അത്രേ ഉള്ളൂ. കാരണം നമുക്ക് പേടിയായി. സ്വിച്ച് എവിടെയാ? അപ്പൊ ഇത് മോള് കറണ്ട് കുറച്ചു നേരം ചാർജ് ചെയ്തിട്ട് സ്വയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇലക്ട്രിസിറ്റി. സോളാർ അങ്ങനെയല്ല, ആൻസറിനെ ഇങ്ങനെ കറണ്ട് കുത്തിയിടും പാടുന്നതിന് മുമ്പ്, ചാർജ് ചെയ്യും. എങ്ങനെയാണോ വന്നത് ഇവിടെ? ഒരു കൈ നോക്കാം. അല്ല, എനിക്കിത് എന്തായാലും എനിക്ക് ഒരെണ്ണം വേണം. ഷോയ്ക്കൊക്കെ പോകുമ്പോ ഇനി മുതൽ റീമി ഇതുപോലത്തെ വേഷമായിരിക്കും. അല്ല, ഷോയ്ക്ക് ഒരു ലൈറ്റ് ഒക്കെ വെച്ച് അടിയിലൊന്നുമല്ല, കഴുത്തോട്ട് നേരെ താഴെ ഒരു കംപ്ലീറ്റ് ചുറ്റിട്ട് ലൈറ്റിൽ ഒറ്റ ചവിട്ടാണ്. പിന്നെ ഒരു പാട്ട് എന്ന് വേണ്ട, ഇതൊക്കെ ആവും. ഇനി കുറച്ച് കഴിയുമ്പോൾ ആയിക്കോളൂ. പുതിയതായിട്ട് മോള് തുടങ്ങി വെച്ചു. ഏതായാലും പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ മോള് ഒരു ഓണായിട്ട് വന്നത് തുണ്ടുപല്ലവി വന്നപ്പോഴാണ് ഓണായത്. അതായത് പല്ലവി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കാലിത്തൊഴുത്തിൽ പിറന്നവനേ, അവിടെ സസ്റ്റെയിൻ വേണം. കരുണ നിറഞ്ഞവനേ, ആ സസ്റ്റെയിൻ വേണം. മോള് കൊണ്ട് കട്ട് ചെയ്തു. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ പല്ലവിയിലുണ്ടായിരുന്നു. ശാനുപല്ലവി ആയപ്പോൾ നല്ല സൂപ്പറായിട്ട് പാടാൻ തുടങ്ങി. ചരണം അതിഗംഭീരം, ലാസ്റ്റിലും നന്നായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങ് മോളങ്ങ് വാമപ്പായി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരാള് ദേഷ്യപ്പെട്ടിരിക്കുക. ഉലകിനുരായി മനസ്സിൻ മധുവായി, മധുവായി എന്ന് പാടി ഇല്ലേ? പാടിയോ? ഓർമ്മയില്ല. എങ്ങനെയാ പാടണ്ടേ? ഉലകിനുയിരായി മനസ്സിൻ മധുവായി. മധുവോ? അങ്ങനെ പാടി ഞാൻ പിണങ്ങും. മധു പാടി. മധുവായി. മധു മധു ധം ധം മീനുട്ടി ഉലകിനുയിരായി മനസ്സിൻ മധുവായി. തുപ്പുന്ന പോലെ അതിന്റെ ഇടയ്ക്കുള്ള കേട്ടോ. അതെ, അത്രയും കട്ടി കൊടുക്കും, അത്രയും ശക്തി കൊടുക്കണ്ട, കുറച്ച് കുറച്ച്. പക്ഷെ മോളൊക്കെ നല്ല ഒരു രസമുള്ള പാട്ടാണ്. ബേസിക് ആയിട്ട് ഈ പാട്ട് ഭയങ്കര സുഖം. എപ്പോ കേട്ട് ആര് പാടി കേട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു സുഖമുണ്ട്. അതിന്റെ മേളില് മോള് നന്നായിട്ട് പാടി. പക്ഷെ പല്ലവി തുടക്കം ഫസ്റ്റ് പല്ലവി ഇത്തിരി പ്രശ്നമായിരുന്നു. പല്ലേച്ചില്ലേ? എന്ത് പറ്റിയെന്ന്? ആണല്ലേ? അങ്ങനെ പറഞ്ഞേ? സീരിയസ് ആയിട്ട് റിമിയാന്റിയും പല്ലേച്ചിട്ടുണ്ടാവൂല, അതായിരിക്കും. സത്യമാണ്. കാരണം ഇന്നലെ രാത്രി 3 മണി വരെ ഗാനമേളയായിരുന്നു ട്രിവാൻഡ്രത്ത്. അവിടുന്ന് കാറിൽ വന്ന് 9 മണിയായപ്പോ 10 മണിക്ക് എങ്ങാണ്ട് വന്നിട്ട് അവിടുന്ന് നേരെ 10:30 ആയപ്പോ ഇവിടെ വന്ന് 11 മണിക്ക് ഇവിടെ വന്നു. പിന്നെ എവിടെ കിട്ടും സമയം പല്ല്? ചിലപ്പോ വീട്ടിലായിരുന്നെങ്കിൽ പല്ല് കേൾക്കാണ്ട് ചിലപ്പോ അങ്ങനെ ബോധം കേട്ട് ഉറങ്ങിപ്പോയേനെ, വാസ്തവമാണ്. പക്ഷെ ഇവിടെ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് വന്ന് ഇത്രയും വലിയൊരു പബ്ലിക് ഷോയിൽ ഞങ്ങൾ സഹിക്കുന്നു. പല്ല് കേൾക്കാൻ വന്നിരിക്കും തോന്നുന്നുണ്ടോ? വേറെ ഉണ്ട്, ഷൂട്ടിങ്ങിൽ നമുക്കൊന്നും അറിയത്തില്ല. ഷൂട്ടിങ്ങിൽ ഇപ്പൊ ഞാൻ ഇരിക്കുമ്പോ ഞാൻ പല്ല് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എനിക്കറിയാൻ പറ്റും. എന്തായാലും റിമിയല്ലേ ആൻസർ കുട്ടി പല്ല് തേക്ക്. ഞാൻ ആ പല്ലവിയെ ചുറ്റിപ്പറ്റി ഒരു പല്ല് തേക്കലോട്ട് പോയതാ. അല്ലാണ്ട് നീ പല്ല് തേക്കാത്ത കാര്യമല്ല ഇവിടെ പ്രശ്നം കേട്ടോ. ആൻസർ കുട്ടി കാലക്കിട. സത്യം ആ പാട്ടൊരു നമുക്കൊരു എന്താ പറയാ എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പക്ഷെ അതിന്റെ ഒരു ഡാൻസ് ഒക്കെ നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഈ പാട്ടിൽ ഒരു കറങ്ങി തിരിഞ്ഞൊരു ഡാൻസ് ഒക്കെ വരുമെന്ന്. അയ്യോ, ഇത് അത്ര ഹിറ്റ് പാട്ടാട്ടെ ചക്കര. ഇത് അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ. അതെന്ത് രസാ അത്. ആ പോർഷനൊക്കെ എല്ലാരും ഇരുന്ന് വീട്ടിൽ ഇരുന്നത് പാടും. ഇനി ആൻസർ കുട്ടിനെ ആരും മറക്കില്ല, പ്രത്യേകിച്ച് ഈ പാട്ട് പാടലൂടെ കേട്ടോ. അത്രയ്ക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ട് പാടി മനം കവർന്നിരിക്കുകയാണ്. ഓ മോളെ, ഓൾ ദി ബെസ്റ്റ്. കലക്കിട. നീ ഉടുപ്പ് എവിടുന്നാ മേടിച്ചു? സീക്രട്ട് ആണെ പറയണ്ട. എനിക്ക് എന്റെ ഒരു പരിപാടിയിൽ ഞാനും ഒന്ന് തിളങ്ങിക്കോട്ടെ. പാവങ്ങൾ, ഞങ്ങൾക്ക് ഇതിനുള്ള ബഡ്ജറ്റ് ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഇത്
ഇത് എവിടുന്ന് കിട്ടും ഇത്? നമ്മൾ ചാർജിൽ ഇട്ടിട്ട് കേറണോ? എങ്ങനെ ഇതിന്റെ ചേച്ചി idea? കുറച്ചേരം കുത്തിയിടണം അങ്ങനെ കേറുന്നതിന് മുന്നേ. എന്റെ ഒരു മമ്മിയുടെ ഫ്രണ്ട് ഉണ്ട്, ആണോ? തയ്ച്ചെടുത്ത്. മമ്മിയുടെ ഫ്രണ്ട് തയ്ച്ചത്. തയ്ച്ചതാ. ലൈറ്റ് നമ്മളിങ്ങനെ മറ്റേ ലൈറ്റ് ഇല്ലേ, ക്രിസ്മസിനൊക്കെ ഇടുന്ന ലൈറ്റ്, പക്ഷെ എന്നാലും നമ്മള് കുത്തിയിടുവല്ലേ ഇങ്ങനെ. ബാറ്ററി ഉണ്ടായിരിക്കും. ആൻസറെ കുട്ടി ചാർജ് ചെയ്ത് ഇപ്പൊ ഇറക്കിയിട്ടേ ഉള്ളൂ. ബാറ്ററി. അപ്പൊ തയ്ച്ച ചേച്ചി തന്നെ ഫിറ്റ് ചെയ്തെന്നോ? ആണോ? കാലൊക്കെ കേട്ടാ. സൂപ്പർ. ആൻസറെ കുട്ടി ഒരു മിന്നാമിന്നി ആയിട്ടാണല്ലോ വന്നേക്കണത്. മിന്നാമിനിങ്. പക്ഷെ പറക്കില്ലാന്ന് അല്ല, ഇതിന്റെ സ്വിച്ച് എവിടെയാ ഓൺ ചെയ്യണത്? എവിടെയോ ഉണ്ട്. അത് എവിടെയോ ഉണ്ട്. ഉണ്ടല്ലേ? അതൊന്നും ചോദിക്കല്ലേ. അതൊക്കെ സീക്രട്ടാ കേട്ടോ. അതൊക്കെ സീക്രട്ട് ആണ്. അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഈ പാട്ട് കേൾക്കുമ്പോ മധുവങ്കളുടെ ഒരു കുട്ടിക്കാലം ഓർമ്മ വരും. കാരണം മധുവങ്കളിന് ഒരു 5 വയസ്സുള്ളപ്പോഴേ ഈ പാട്ട് റിലീസ് ചെയ്യണത്. തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, മധുവങ്കള് വളർന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്തൊരു ബിന്ദു തിയേറ്റർ ഉണ്ടായിരുന്നു, സിനിമാ തിയേറ്റർ. അവിടെ വൈകുന്നേരം ആകുമ്പോ ഈ പാട്ട് ഉറക്ക വയ്ക്കും. ഈ പാട്ടും ഇതിനോട് കൂടെയുള്ള കുറച്ച് പാട്ടുകളും. ഈ പാട്ടാണ് ആദ്യം ഇവിടെ പ്ലേ ചെയ്യണത്. അപ്പൊ ആ ഒരു ഓർമ്മയിലേക്ക് എന്നെ കൊണ്ടുപോവാ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇന്നിപ്പോ ഇവിടെ വന്ന് ഈ പാട്ട് പാടി മധുവങ്കളുടെ ആ ഓർമ്മകളൊക്കെ തിരിച്ചു പുതുക്കി. അതെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. 2 പേര് വന്നിട്ടുണ്ട്. അതാരാ? ഒരു പിങ്ക് ഡ്രസ് ഇട്ടതും വൈറ്റ് ഡ്രസ് ഇട്ടതും. അതാരാ? ഓ, അതാരാത്? അറിഞ്ഞൂടാ. വിളിക്കാൻ അറിഞ്ഞൂടാ. പറയാൻ അറിഞ്ഞൂടാ. ചേച്ചി പറ. ആൻസറുടെ ഗ്രാൻഡ് മദറിന്റെ സിസ്റ്ററും ഹസ്ബൻഡും. അവരുടെ പേരറിഞ്ഞൂടാ അല്ലേ? അയ്യോ, അതെനിക്കറിയാം. ഇത് കറക്റ്റ് ബന്ധം പറയാനാണ്. ബന്ധം പറയാൻ. എന്നാ പേരൊന്ന് പറഞ്ഞേ. സോണിയാന്റിയും മാട്ടിയങ്കളും. അറിയാലോ, പിന്നെന്താ? അതെല്ലാം പറഞ്ഞേ. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്റെ ഗ്രാൻഡ് മദറിന്റെ സിസ്റ്റർ. അങ്ങനെ പറയാൻ അറിയില്ല. ഗ്രാൻഡ് മദറിന്റെ ഇപ്പൊ പഠിച്ചില്ലേ? ഇളയ അനിയത്തിയുടെ അനിയന്റെ മൂത്തപ്പ അമ്മ. മൂത്താപ്പയാ. മൂന്നേരം എന്റെ ഡാഡിക്കൊന്ന് ഹായ് കൊടുക്കോ? ഹായ്. അല്ല, അവിടെ അല്ല. എന്റെ ഡാഡി അബുദാബിയിലാണ്. ഹായ് ഡാഡി. എന്റെ അമ്മച്ചി ചേച്ചി പാവം എത്തി വലിഞ്ഞിരുന്നു. ആൻസർ കുട്ടി. അപ്പൊ എന്തായാലും പാട്ട് നന്നായിട്ട് പാടി, അസലായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ പല്ലവി ഇത്തിരി ചാർജ് കുറവായിരുന്നു. പല്ലവി കഴിഞ്ഞ് അനുപല്ലവിയും ചരണമൊക്കെ ആയപ്പോഴത്തേക്കും ചാർജ് കൂടി വന്നു ചാർജ്. അപ്പൊ എത്രയേ ഉള്ളൂ. പിന്നെ എന്റെ പേര് മധുവായി. അത് കേട്ടാ, കറക്റ്റ് ആയിട്ട് പറയണം. മനസ്സിൽ റിമിയായി എന്നൊക്കെ പറഞ്ഞ എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അപ്പൊ ആൻസർ കുട്ടി, ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു. ആദ്യൊരു സുശീലാമ്മ പൂക്കുറ്റി. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ആയിട്ട് വരണം കേട്ടോ. ബൈ. ഹല്ലേലൂയ.